സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റുകളുടെ മെറിറ്റ് അട്ടിമറി അവസാനിപ്പിക്കാൻ സർക്കാർ നഴ്സിംഗ് അഡ്മിഷൻ നിയന്ത്രണം ഏറ്റെടുത്തും അഡ്മിഷൻ നടപടികളിൽ വ്യക്തത വരുത്തിയും ആരോഗ്യവകുപ്പ് സർക്കുലർ ഇറക്കി. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കും നഴ്സിംഗ് കൌൺസിലിനും സീറ്റുകൾ വിഭജിച്ച് നൽകാനോ അഡ്മിഷൻ തീയതി നീട്ടി നൽകാനോ അനുവാദമുണ്ടാകില്ല. 24 ബിഗ് ഇംപാക്ട്. സ്വകാര്യ നഴ്സിംഗ് കോളേജുകളായ വാളകം മേഴ്സി കോളേജും വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജും മെറിറ്റ് അട്ടിമറിക്കാൻ നടത്തിയ നീക്കം 24 പുറത്തു കൊണ്ടുവന്നു. ഈ വാർത്തയെ തുടർന്ന് മേഴ്സി കോളേജിന് അധികമായി അനുവദിച്ച 30 സീറ്റ് സർക്കാർ റദ്ദാക്കി. 24 സൂപ്പർ ഇംപാക്ട്. നഴ്സിംഗ് സീറ്റുകളിൽ മെറിറ്റ് അട്ടിമറിച്ച് പ്രവേശനം. വിദ്യാഭ്യാസം കച്ചവടമാക്കിയവരെ തുറന്നു കാട്ടി 24. പിന്നാലെ ഇത്തരം ക്രമവിരുദ്ധമായ നടപടികൾ നടക്കാതിരിക്കാൻ കൂടുതൽ വ്യക്തത വരുത്തി ആരോഗ്യവകുപ്പും സർക്കുലർ ഇറക്കി. ഇതുപ്രകാരം സ്വകാര്യ നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ നടപടികളുടെ പൂർണ്ണ നിയന്ത്രണം സർക്കാരിനായിരിക്കും. മാനേജ്മെന്റ് സീറ്റുകളുടെ എണ്ണം, അതായത് സീറ്റ് മെട്രിക്സ്, സർക്കാർ തീരുമാനിക്കും. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഫീസ് നിശ്ചയിച്ചു നൽകുന്നത് സർക്കാർ സീറ്റ് മെട്രിക് തീരുമാനിച്ച ശേഷം മാത്രം. സീറ്റ് മെട്രിക്സ് തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കാതെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ഇടപെടാൻ കഴിയില്ല. അഡ്മിഷൻ അവസാനിക്കുന്ന തീയതി സർക്കാർ തീരുമാനിക്കും. നഴ്സിംഗ് കൗൺസിലിനോ ആരോഗ്യ സർവകലാശാലയ്ക്കോ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കോ അഡ്മിഷൻ തീയതി നീട്ടി നൽകാനാകില്ല. സർക്കാർ സീറ്റിൽ മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയാൽ അത്തരം സീറ്റുകളിൽ അംഗീകാരം നൽകാൻ പാടില്ല. സീറ്റ് അനുവദിച്ചു നൽകുന്നത് പൂർണ്ണമായും ആശുപത്രിയിലെ കിടപ്പ് രോഗികളുടെ എണ്ണം അനുസരിച്ച് മാത്രമായിരിക്കണമെന്നും ആരോഗ്യവകുപ്പ് സർക്കുലറിൽ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം.